നിയമമനുസരിക്കുകയും നിയമത്തിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്ത നമ്മുടെ ജനങ്ങൾക്ക് അടുത്ത നാളിൽ 2 സ്ത്രീകളുടെയും 4 കുരുന്നുകളുടെയും ജീവൻ ഹോമിക്കപ്പെട്ടപ്പോൾ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നിയമത്തിനും കടിഞ്ഞാണിടുവാൻ ഇവിടെ ആരൊക്കെയോ ഉണ്ട്. ഏതായാലും നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കുമെന്ന് കരുതി നിയമത്തിൻ്റെ സഹായം ആഗ്രഹിച്ച് ചെന്ന ഷൈനി ചേച്ചിയും നിയമ മേഖലയിൽ, അതും ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ ഹൈക്കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലിന് പോലും നിയമം ഇവിടെ രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയതിനാലാകും അവർ ജീവൻ ഹോമിച്ചത്. അതോടൊപ്പം അവരായിട്ട് ജന്മം കൊടുത്ത് അവർ സംരക്ഷണം നൽകേണ്ട കുഞ്ഞുങ്ങളെ മറ്റാരും സംരക്ഷിക്കില്ല എന്ന ഉറപ്പിന്മേലാകാം ഇവർ ആ കുഞ്ഞുങ്ങളെയും കൂട്ടി അവരോടൊപ്പം നെഞ്ചോട് ചേർത്ത് വെച്ച് കൊണ്ടുപോയത്. പക്ഷേ ഇവിടെ എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം ഇതാണ്. ഈ നോമ്പും ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിനെ പിൻപറ്റി നിൽക്കുന്ന എല്ലാവരും മൈക്ക് കെട്ടി പ്രസംഗിക്കുകയോ കൈപൊക്കി പിടിച്ച് പ്രാർത്ഥിക്കുന്നതിനൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു. ശതാധിപൻ്റെ മുമ്പിൽ വച്ച് അകാരണമായി കരണത്തടിച്ചവരോട് അവനോട് കർത്താവ് തിരിഞ്ഞ് ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞത് ഉത്തരം പറഞ്ഞു, എന്തിനു നീ എന്നെ അടിച്ചു? ഇപ്രകാരം ചോദിക്കാത്ത ഒരു ക്രൈസ്തവൻ്റെയും പ്രാർത്ഥന മുകളിലിരിക്കുന്ന നമ്മളൊക്കെ വിശ്വസിക്കുന്ന സ്വർഗത്തിലൊരു പിതാവും കേൾക്കില്ല. ഈ രക്തത്തിൻ്റെ പങ്ക് നമുക്കുമുണ്ട്. പിലാത്തോസ് കൈ കഴുകിയ പോലെ കൈ കഴുകാനാവില്ല. അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി ഈ നഷ്ടപ്പെടുത്തുവാനായിട്ട് പരിശ്രമിച്ച എല്ലാവർക്കും തീർച്ചയായിട്ടും യൂദാസിൻ്റെ ഒരു വിധി നിങ്ങളെയും കാത്തിരിപ്പുണ്ട് എന്ന് ഓർത്തുകൊള്ളുക.